ഫൈനലി ബി എ സെർവർ ഓഫ് വിന്നിംഗ് ടീം. നമുക്ക് എന്ത് കിട്ടുന്നു എന്നുള്ളതിനേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നാം എന്ത് കൊടുക്കുന്നു. നമുക്ക് ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി, ആ ഓപ്പർച്യൂണിറ്റിയിലൂടെ നമുക്കൊരു മികച്ച ഓൺട്രപ്രണർ ആയിട്ട് മാറാനും ഒരു മികച്ച വ്യക്തിത്വമായിട്ട് മാറാനും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഇത്രയും വലിയൊരു ഓർഗനൈസേഷൻ, നമുക്ക് എന്ത് കിട്ടുന്നു എന്നുള്ളതിനേക്കാൾ നിർണായകമാണ് നാം എന്താണ് കൊടുക്കാൻ പോകുന്നത്. ലാഭേച്ഛയില്ലാതെ ആ ഓർഗനൈസേഷനിൽ നമുക്ക് എന്ത് കൊടുക്കാൻ സാധിക്കും. ഒരുപക്ഷെ നിങ്ങളുടെ ഹോം ടൗണിൽ നിങ്ങൾക്ക് വലിയൊരു ടീമൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷെ അവിടെ നിങ്ങളൊരു ഓപ്പർച്യൂണിറ്റി മീറ്റിംഗ് അഥവാ CEO മീറ്റിംഗ് വെക്കുകയും ആ മീറ്റിംഗ് നിങ്ങൾ പബ്ലിഷ് ചെയ്യുകയും നമ്മുടെ ഗ്രൂപ്പുകളിലൂടെ മറ്റ് ലീഡേഴ്സിന് കൂടെ അതിൻ്റെ ഇൻഫർമേഷൻ എത്തിച്ചുകൊണ്ട് അവർക്ക് കൂടെ ഈ പ്രോഗ്രാമിൻ്റെ, നിങ്ങൾ നടത്തുന്ന ഈ പ്രോഗ്രാമിൻ്റെ ബെനിഫിറ്റ് എടുക്കാവുന്ന ലെവലിൽ നിങ്ങൾക്കുള്ള ഒരു മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യുക. അതാണ് സെർവിങ് ആറ്റിറ്റ്യൂഡ്. മറ്റൊരാൾ നമുക്ക് എന്ത് നൽകുന്നു എന്നുള്ളതല്ല, നാം എന്ത് കൊടുക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ് ക്രോസ് ഫെർട്ടിലൈസേഷൻ. അതായത് ഒരു വാഴ നനയുന്ന സമയത്ത് ചീര കൂടെ നനയാൻ വേണ്ടിയിട്ടുള്ള ഒരു മനോഭാവം. അപ്പോൾ ഈ ഒരു മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യലാണ് ക്രോസ് ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ, നമുക്ക് നമ്മൾ എടുക്കുന്ന മെച്ചത്തിന്റെ കൂടെ മറ്റുള്ളവർക്ക് കൂടി ആ മെച്ചം പങ്കുവെക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ്. നിങ്ങൾക്ക് അവകാശപ്പെട്ട ഒരു പ്ലേറ്റ് ഫുഡ് നിങ്ങൾ എടുക്കുന്നതിന് മുൻപ് അവകാശപ്പെട്ട മറ്റൊരാൾക്ക് ഒരു പ്ലേറ്റ് ഫുഡ് സെർവ് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ്. അത് നമ്മൾ വിന്നിംഗ് ടീമിൽ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. ജനാബ് പഹലെ ആപ്പ്, താങ്കൾ ആദ്യം. ഭക്ഷണം കഴിക്കാൻ താങ്കൾ ആദ്യം. ടോയ്ലറ്റിൽ പോകാൻ വേണ്ടി ക്യൂ നിൽക്കുന്ന സമയത്ത് ജനാബ് പഹലെ ആപ്പ്. ഇത്തരത്തിലൊരു മൈൻഡ് സെറ്റ്. അതുപോലെ തന്നെ വളരെ തിരക്കുള്ള ഒരു സമയത്ത് നമ്മൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ഒരാൾ അദ്ദേഹത്തിന് എന്തെങ്കിലും എമർജൻസിയോട് കൂടി വരികയാണെങ്കിൽ അദ്ദേഹത്തിന് നമ്മൾ പരിഗണന കൊടുക്കുക. സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രായമായവർക്കും ഒരു പരിഗണന കൊടുക്കുക. ഇതെല്ലാം തന്നെ ഒരു വിന്നിംഗ് ടീം സെർവറിന്റെ പ്രോപ്പർ ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡാണ്. സോ ഇതാണ് 7 ഗൈഡ് ലൈൻസ്.